അപ്പോൾ വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കുറച്ച് വളർത്തുമീനെ മേടിക്കാൻ പോകുന്നു. കുറച്ച് നാളായിട്ട് നമ്മുടെ ഒരു ചെറിയൊരു മിനി അക്വേറിയം ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും പിന്നെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ടാവുക കേടായതാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ മീനെ മേടിച്ചിടാൻ പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് മീനെ മേടിച്ചിട്ട് ഗൈസ് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതാ കുറച്ച് വളർത്തുമീനെയും നമ്മുടെ ജോ ജാക്സൻ്റെ വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി മീനുകളെ കാണാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ മീൻ നമ്മൾ മേടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിലെയും ടെമ്പറേച്ചർ ചെറിയൊരു വേരിയേഷനൊക്കെ കാണാം. അപ്പോൾ അത് തമ്മിലൊന്ന് സിങ്ക് ആകാനായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിലോട്ട് മുക്കിയിടുക മീനെല്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കേസായിട്ടായിരിക്കും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് പറയുന്നത്. ജീവനുണ്ട് 4 ചോറ് മീനാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. അത്യാവശ്യം നമുക്കിപ്പോൾ ഇത് മതി. അപ്പോൾ ബാക്കി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അമ്മാര് നീന്തി കളിക്കട്ടെ. 5-6 മിനിറ്റ് ആയി ഇപ്പം അമ്മാര് വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം വെള്ളമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തന്മാരെ വീതം പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഇടാം. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ടെട്ര, നമ്മുടെ മനുഷ്യന്മാർ തന്നെ സൃഷ്ടിച്ച് ക്ലോൺ ചെയ്തുണ്ടാക്കിയ നമ്മുടെ സ്വന്തം മനുഷ്യ സൃഷ്ടി ടെട്ര ഫിഷ്. ഒരു അടുത്ത് വെച്ച് കാണും. നമ്മൾ പലതരം കളറാണ് എടുത്തേക്കുന്നത്, മിക്സഡ്. നമ്മളെല്ലാം ശാലം ഇത് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഗ്യാസ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഓരോരുത്തന്മാരെ വീതം ഇടാം അല്ലേ? എല്ലാവർക്കും കാണാമല്ലേടി ഗ്യാസ്? അതിന് പച്ച ഒരു കാണാം, നല്ല പച്ച കളർ. അങ്ങനെ നമുക്ക് ഇറക്കി ഇടാം. അവന് വലിയ പ്ലേ ഗ്രൗണ്ടിലോട്ട് ചെന്നൊരു ഫീൽ കിട്ടി കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ആഹാ നല്ല സൂപ്പർ നല്ല ചുമല കളർ ഉണ്ട്. ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി. ഉടനെ ഒരുത്തും താഴെ പോയി അങ്ങ് കിടന്നേ. അപ്പോൾ ഗൈസ് നല്ല മഞ്ഞ ഇനി ഗൈസ് ഒരു പരലിൻ്റെ കളറാണ്. ഇത് പരലാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ഇത് നീലയും വെള്ളം കൂടെ ചേർന്നൊരു കളർ ഗൈസ്, പിന്നെ ഒരു മഞ്ഞയും കൂടെ. അപ്പം നെക്സ്റ്റ് നമ്മുടെ സീബ്ര കൂട്ടങ്ങൾ. ഇതും മനുഷ്യന്മാരുടെ ഒരു സൃഷ്ടിയാണെന്ന് വേണേൽ പറയാം. ആദ്യത്തെ സീബ്ര ഇങ്ങനെ അല്ലായിരുന്നു. പിന്നത്തെ സീബ്ര ഈ ടെട്ര പോലെ മനുഷ്യന്മാർ ഉണ്ടാക്കി ചെയ്തതാണ്. അടുത്ത് കാണിക്കൂ, കാണുന്നുണ്ടോ ഗൈസ്? നല്ല പലതരം കളറുള്ള മീനുകൾ. നമുക്ക് ഇവന്മാരെ കൂട്ടമായിട്ട് ഇറക്കി വിടാം അല്ലേ? അടുത്ത് വെച്ചേടി ഇറങ്ങിപ്പോൾ കാണുന്നത് ഗൈസ്. ഇവന്മാരിത പയ്യ അങ്ങോട്ടെ. ആഹാ സ്കൂള് വിട്ട പോലെ. ആഹാ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഗൈസ് നമ്മുടെ ഏതൊരു മീൻ വളർത്തുകാരനും ആദ്യമേ തുടങ്ങുന്ന ഒരു മീനായിരിക്കും ഇത്. നമ്മുടെ ഗപ്പി. നമ്മുടെ ടോവിനോ തോമസിൻ്റെ ഗപ്പിയല്ല, ഇത് എൻ്റെ ഗപ്പി. ഗപ്പി നമ്മളൊരു 5-6 മേടിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി ഇവന്മാർ എല്ലാവരും കൂടെ സെറ്റിൽമെൻ്റ് ആയിക്കോളൂ. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഇറക്കിടാം. ഓക്കെ യെസ് ഗൈസ്, ലാസ്റ്റായിട്ട് നമ്മുടെ നല്ല ചുമന്ന കളറിലെ ഫൈറ്റർ. നമുക്കൊരു ചെറിയ മിനി അക്വേറിയം ഉണ്ട് ഗൈസ്. ഇതിൻ്റെ തിടാനായിട്ടാണ് ഇവനെ മറോട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ എന്നാലും
ഫൈറ്റർ എന്നല്ല എൻ്റെ പേര്. ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. ഇതിനെ മാത്രം നമുക്ക് മാറ്റിയിടാം. എൻ്റെ ഒരു ബ്യൂട്ടി കാണിച്ചു തരാം ഗൈസ്. അല്ലെങ്കിലും ഈ ഫൈറ്റർ ഫിഷിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആ വാ ഗൈസ്, നല്ല ചുമന്ന കളർ. അതുകൊണ്ടൊരു അടുത്ത് കൊണ്ടൊരു കാണാം ഗൈസ്, കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ തൽക്കാലം ഇവനെ ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അവനെ സെപ്പറേറ്റ് ആക്കാം. കുറച്ച് പുല്ലും ഒക്കെ കിടന്നു. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ ഒരു ചെറിയ മീൻ വളർത്ത സെറ്റപ്പ്. ഇനി ഇത് ഇവരെല്ലാവരും കൂടെ ഒരു വലിയ മീൻ വളർത്ത സെറ്റപ്പ് ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇതാ നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.